നല്ല കാര്യത്തിന് പോകുമ്പോഴാണ് ഈ കറുത്ത പൂച്ച വട്ടം ചാടിയത്. ഇനി പോണ കാര്യം എന്താവോ ആവോ. നമസ്കാരം. യുക്തിസഹമല്ലാത്ത വിശ്വാസങ്ങളും അവയെ ചൊല്ലിയുള്ള ആചാരങ്ങളും ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന്റെ ബലിയാണ് ഈ ഞാൻ നിങ്ങൾക്ക് എന്റെ കഥ പറഞ്ഞു തരാം. ഹലോ, പറയടോ. അഡ്മിഷനായോ? IIT-ലോ? അവനൊരു മിടുക്കനല്ലേ, നിങ്ങളും ഭാഗ്യം ചെയ്തവരല്ലേ. ആടോ, ഞാനൊക്കെ എത്തിയേക്കാം. ശരിയടോ. എന്തിനാ ചേട്ടാ രാജേഷ് വിളിച്ചേ? എന്തെങ്കിലും വിശേഷിച്ച്? വിശേഷം തന്നെയാ. രാജേഷിന്റെ മോനെ IIT-യിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വൈകുന്നേരം പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെയില്ല ഒരുത്തൻ പഠിക്കൂല്ല. നമുക്ക് അഭിമാനിക്കാനായി അവൻ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വരുന്ന എൻട്രൻസ് പാസ്സായില്ലെങ്കിലേ ഞാനാണ് എന്റെ കൂട്ടുകാരെ മുന്നേ നാണം കെടുന്നേ. അതിനെന്താ ചേട്ടാ, അവൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടല്ലോ. അവൻ 3 മാർക്ക് എല്ലാ വിഷയത്തിനും കുറഞ്ഞേ. ഇങ്ങനെ പോയാ എങ്ങനെ പാസ്സാവാനാ? ഇതെന്തോ കണ്ണ് കിട്ടിയതാ. ഞാനെന്ന് പറഞ്ഞ സിദ്ധനില്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. അവരെന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചേ. നീ വേഗം പോയി റെഡിയാവും. വരൂ. അതവനെ കൊണ്ട് ഈ ജന്മത്തിൽ സാധിക്കില്ല. ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. എല്ലാം നന്നായിരിക്കട്ടെ. എല്ലാ വിഷയത്തിനും നല്ല മാർക്കാണല്ലോ. അച്ഛനും അമ്മയ്ക്ക് സന്തോഷമോ? ഇനി ഇവിടെ ഇരിക്കട്ടെ. അവര് വന്നു തോന്നുന്നു. അച്ഛാ, അയ്യോ, ഞാനിത് എന്താ ചെയ്തത്? ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? എപ്പം? ഞാൻ എന്താ എത്തി. മോന്റെ നല്ല ഭാവി ആരോ ഒന്ന് പറയണേ. ഒന്ന് കൊച്ചിനെ കൊന്നിട്ടാടോ? മാറോ. നിങ്ങൾ ഈ മോൻ ചെയ്യുന്നത് എനിക്ക് അമ്മയല്ലേ? നിങ്ങളും ഇതിന് കൂട്ടു നിന്നല്ലേ? ശരിയാക്കി തരാം. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പേരിൽ സ്വന്തം മകനെയും അച്ഛനെയും പോലും ബലി നൽകാൻ മടിക്കാത്ത ഒരു കൂട്ടം ജന്തുക്കൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം അന്ധമായ വിശ്വാസങ്ങൾക്ക് വരുന്ന തലമുറയെങ്കിലും വഴിപെടാതിരിക്കും.